मुझे अगर पूरी दुनिया भी छोड़ जाए तो फर्क नहीं पड़ता, क्योंकि मैं लोगों के भरोसे पर नहीं, अपने रब के भरोसे पर जीता हूँ. നിങ്ങൾ സലഫ് ആകണ്ടേ? സലഫ് സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞ സുന്നികളാണ്. ഇമാമിങ്ങൾ അംഗീകരിക്കുന്ന, അമ്പിയാക്കന്മാർ അംഗീകരിക്കുന്ന, സ്വാലിഹീങ്ങൾ അംഗീകരിക്കുന്നവരാണ് സലഫ് സ്വാലിഹീൻ. മുജാഹിദ് അംഗീകരിക്കുന്നുണ്ടോ? പുതിയ ആശയമല്ലത്. അള്ളാഹിന്റെ മഹാന്മാരെ ബഹുമാനിക്കുന്നവരാണ് സുന്നികൾ. മനസ്സിലായോ? അതെങ്ങനെ പുതിയ ആശയമാണത്? അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ യഥാർത്ഥ മുസ്ലിമാകണം. മുജാഹിദായി താടി വെച്ചാൽ മുസ്ലിമാവില്ല, വിശ്വസിക്കാനില്ല. മനസ്സിലായോ? ഇവർക്ക് അറിയില്ലല്ലോ, ഇവർ കിതാബൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെ കാണിക്കും. അള്ളാഹുവിന്റെ ദൈവമുണ്ടോ? മമ്പർങ്ങളെ കണ്ടോ? മുരിയാനക്ക് കണ്ടോ? അല്ലെങ്കിൽ ചെയ്തങ്ങളെ കണ്ടോ? മോച്ചൊപ്പനെ കണ്ടോ? അപ്പൊ അള്ളാഹുവിനൊരു പേടിയുണ്ടാകണം. അള്ളാഹുവിനെ പേടിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ. അക്ക് കാണിച്ചിട്ട്, ജാഹ് കാണിച്ചിട്ട്, ബർക്കത്ത് കാണിച്ചിട്ട് അള്ളാഹുവിനെ പേടിപ്പിക്കും. അങ്ങനെ അള്ളാഹുവിനെ പേടി വരുമ്പോ സഹായിക്കും. അല്ലെങ്കിൽ അവര് കോപിക്കുമല്ലോ, ബദരീങ്ങൾ കോപിക്കും അള്ളാഹുവിനോട്. അതേപോലെ മുദ്ദിശീതങ്ങള്, ജിബ്രീത്തങ്ങളൊക്കെ കോപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് പേടിയുണ്ടാവും. മലക്കുകളുടെ കണ്ണടിച്ച് പൊട്ടിച്ചാണ് ബദരീങ്ങൾ എന്നാണ് മുദ്ദിശീതങ്ങള്. ഏതൊരു മുരീദിന്റെ ആത്മാവിനെ പിടിച്ചു പോകുമ്പോ മുരീദിന്റെ ആത്മാവിനെ തരാൻ പറഞ്ഞത് കൊടുത്തില്ല. അന്നേരം ഒരൊറ്റടി കൊടുത്ത് ജിബ്രീലിന്റെ അസ്രായിലിന്റെ കണ്ണടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് ആര്? മുരീദിശേതങ്ങള്. അള്ളാഹുവിന് ഇതൊക്കെ അറിയാലോ. അള്ളാഹുവിന്റെ കണ്ണടിച്ച് പൊട്ടിച്ച് കളയും ആര്? മുരീദിശേതങ്ങളൊന്നും ഭയങ്കര കഴിവുകളല്ല. അള്ളാഹുവിന് പേടിയായിട്ടാണിത്. അള്ളാഹുവിനെ പേടിപ്പിച്ചിട്ടാണിത് മേടിക്കുന്നത്. മഹാന്മാരെ ബഹുമാനിക്കലും ആദരിക്കലും അവരെ സ്നേഹിക്കലും ആരെ കാണിച്ചതാണ് ഇസ്ലാമിലുള്ള. ഇസ്ലാമിനെ കുറിച്ച് ആയത്ത് പഠിക്കുക. അവരുടെ ഹക്ക് ജാവ ബർക്കത്തും നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരുന്നതും ഒക്കെ ഇസ്ലാമിലുള്ളതാണ് ചങ്ങാതി. അത് നീ പഠിക്കാതെ വഹാബികളെ കേട്ടാൽ അതൊന്നും നീ പഠിക്കൂല. മനസ്സിലായോ? ഇല്ല, ബഹുദൈവത്തെ ആരാധിക്കില്ലല്ലോ. ബഹുദൈവത്തെ ആരെങ്കിലും ആരാധിക്കോ? മുസ്ലിങ്ങളാരും ബഹുദൈവത്തെ ആരാധിക്കില്ല. ഇബാദത്ത് അള്ളാഹുവിനാണല്ലോ. അള്ളാഹുവിനെ അള്ളാഹുവിനെ മാത്രമേ വിളിക്കൂലല്ല. അള്ളാഹുവിനെ ഗുരുവായൂരപ്പന്ന് വിളിക്കുമാരെങ്കിലും. നമ്മള് ഗുരുവായൂരപ്പനോട് എന്തെങ്കിലും സഹായം ചോദിക്കാൻ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ, സഹായിക്കണേ, അയ്യപ്പ സ്വാമിയെ സഹായിക്കണേ, രക്ഷിക്കണേ, അല്ലെങ്കിൽ ബദരീങ്ങളെ രക്ഷിക്കണേ, സഹായിക്കണേ, മുഹമ്മദ് നബിയെ, ബദരീങ്ങളെ എന്നൊക്കെ വിളിക്കുള്ളല്ല. ബദരീങ്ങളൊക്കെ അള്ളാഹുന്ന് വിളിക്കുമോ? അള്ളാഹുന്ന് വിളിച്ചതാൽ ശിർക്കാണ്. അയ്യപ്പ സ്വാമിനെ അള്ളാഹുന്ന് വിളിച്ചാൽ ശിർക്കാണല്ലോ. അതാരെങ്കിലും വിളിക്കുമോ? യാ അള്ളാനെ യാ അള്ളാഹ് തന്നെ വിളിക്കുന്നത്. യാ ബദരീങ്ങളെ യാ ബദരീങ്ങളെ, യാ ബദരീങ്ങളെ കയറി യാ അള്ളാഹ് വിളിച്ചാൽ ശിർക്കാണ്. അതെല്ലാവർക്കും അറിയാലോ. അങ്ങനെ ആരും വിളിക്കൂല. അത് തന്നെയാണ് അള്ളാഹിന്റെ മഹാന്മാരാണ്. അല്ലാതെ ഗുരുവായൂരപ്പന്റെ മഹാനാണോ? ഇല്ല. ഗണപതിയുടെ മഹാനെ വിളിക്കുമോ ആരെങ്കിലും? അയ്യപ്പ സ്വാമിയുടെ മഹാനെ വിളിക്കുമോ? പോട്ടെ, പിതാപുത്രൻ പരിശുദ്ധാത്മാവായ ഏകസൃഷ്ടാവായ യേശുവിന്റെ മഹാന്മാരെ ആരെങ്കിലും വിളിക്കുമോ? ഇല്ല, ആരും വിളിക്കില്ല. മുസ്ലിങ്ങൾ വിളിക്കുന്നത് അള്ളാഹുവിന്റെ മഹാനെയാണ്. അള്ളാഹുവിന് ഇഷ്ടംപോലെ മഹാന്മാരുണ്ടല്ലോ. അള്ളാഹു എന്തെങ്കിലും ബുദ്ധിമുട്ടും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹു വിളിക്കുന്നവരെയാണ് മഹാന്മാരെയാണ്. അള്ളാഹുവിന്റെ മഹാന്മാരെ വിളിക്കുന്നത്. അള്ളാഹുവിന്റെ മഹാന്മാരെയാണ് മുസ്ലിങ്ങൾ വിളിക്കുന്നത്. അല്ലാതെ ഗുരുവായൂരപ്പന്റെ മഹാനെയോ ഗണപതിയുടെ മഹാനെയോ വിളിക്കില്ല. മുസ്ലിങ്ങൾ വിളിക്കില്ല. അള്ളാഹുവിന്റെ മഹാന്മാരെയാണ് മുസ്ലിങ്ങൾ വിളിക്കുന്നത്. അള്ളാഹു തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടും ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ മഹാന്മാരെയാണ് സഹായത്തിന് വിളിക്കുന്നത്. ഇതൊന്നും ഇവർക്ക് അറിയില്ലെന്നേ. മഹാന്മാരെ ആദരിച്ചോ ബഹുമാനിച്ചോ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. അവരോട് തേടാൻ പറഞ്ഞിട്ടില്ല. കറാമത്തിൽ ത്രൂ തേടാൻ പറഞ്ഞിട്ടില്ല. ആരെന്നെ പഠിപ്പിച്ചു? മഹാന്മാരെ അക്കജാവ് വർക്കത്ത് കൊണ്ടുള്ള ദ്വയ എവിടുന്ന് കിട്ടി? ആരാ കാണിച്ചത്? മർക്കസ് ഉണ്ടാക്കിയതാ. ആരൊക്കെ ഉൾപ്പിൽ അള്ളാഹുവിന്റെ മഹാന്മാരെ നമ്മൾ വിളിച്ച് സഹായം ചോദിക്കുമ്പോ അള്ളാഹുവിന് ഇഷ്ടപ്പെടും. അള്ളാഹു തന്നെ സഹായം ചോദിക്കുന്ന ആരോടാണ്? അള്ളാഹുവിന്റെ മഹാന്മാരോട്. അപ്പൊ അള്ളാഹുവിന്റെ മഹാന്മാരോടാണ് മുസ്ലിങ്ങൾ സഹായം ചോദിക്കുന്നത്. അല്ലാതെ മറ്റു ദൈവങ്ങളില്ലേ, ആയിരക്കണക്കിന് കോടിക്കണക്കിന് മറ്റു ദൈവങ്ങളുടെ മഹാന്മാരോടല്ല ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ മഹാന്മാരോടാണ് അള്ളാഹു സഹായം ചോദിക്കുന്നത് പോലെ മുസ്ലിങ്ങളും അള്ളാഹുവിന്റെ മഹാന്മാരോട് സഹായം ചോദിക്കും. ഇവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ മനസ്സിലാക്കുന്നില്ല. സഹോദര, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ വരുമ്പോ അള്ളാഹു ആരോടാണ് സഹായം ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ മഹാനോടാണ്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് എന്താണ്? അള്ളാഹുവിന്റെ മഹാന്മാരോടാണ്. അള്ളാഹുവിന്റെ മഹാന്മാർക്ക് ശക്തി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അള്ളാഹു കൊടുത്ത കഴിവാണ്.
അള്ളാഹുവിന്റെ അറിവുകള്, കഴിവുകള്, പ്രാപ്തികളൊക്കെ കൊടുത്തേക്കണം അള്ളാഹുവിന്റെ മഹാന്മാർക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹുവിനേക്കാൾ കുറച്ചും കൂടെ കഴിവ് കൂടുതലുണ്ടല്ലോ മഹാന്മാർക്ക്, അള്ളാഹുവിന്റെ മഹാന്മാർക്ക്. അപ്പൊ അള്ളാഹുവിന്റെ മഹാന്മാരോട് ചോദിക്കും, അപ്പൊ അള്ളാഹുവിന് ഇഷ്ടപ്പെടും. അള്ളാഹുവിന് പണി കുറയുമല്ലോ, അതിനു വേണ്ടിയാണ്. അള്ളാഹു എല്ലായിടത്തും ഒന്ന് സഹായിക്കും എന്ന് പറയുമ്പോ എങ്ങനെയാണ്? അപ്പൊ അള്ളാഹുവിനൊരു പണി കുറക്കും, ഈ മഹാന്മാര് സഹായിക്കും. മനസ്സിലായില്ലേ? അള്ളാഹുവിന് തിരക്കാണല്ലോ, ആ തിരക്ക് കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിന്റെ മഹാന്മാരോട് ചോദിക്കുന്നത്. പിന്നെ അവര് ഉപകാരങ്ങൾ ചെയ്യൂല, ഉപദ്രവിക്കില്ല. അള്ളാഹുവിന്റെ മഹാന്മാര് നമ്മൾ ഉപദ്രവിക്കില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ മഹാന്മാര് അള്ളാഹുവിനെ ഉപദ്രവിക്കാറില്ല. അള്ളാഹുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അള്ളാഹുവിന്റെ മഹാനോടാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ മഹാന്മാർ എത്ര കൂടാൻ കൂടി അള്ളാഹുവിന്റെ മഹാന്മാരാണല്ലോ. അള്ളാഹുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അള്ളാഹുവിന്റെ മഹാന്മാരാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളും ചോദിക്കേണ്ടത് അവരോട് അള്ളാഹുവിന്റെ മഹാനെ വിളിച്ചിട്ട് ചോദിക്കുമ്പോ അള്ളാഹുവിന് ഇഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അള്ളാഹുവിന് ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ മഹാന്മാരോട് ചോദിക്കുന്നത്. അഹമ്മദ് റസാഖ് ഖാൻ, ബറയിൽ തങ്ങൾ, അബ്ദുള്ള വലിയ തങ്ങൾ, ഹക്കീം ഡോക്ടർ തങ്ങൾ, ശക്കരബ ബയാബാൻ, മമ്പുറം തങ്ങൾ, സിയം വലിയുള്ള വേങ്ങര കോയപ്പാപ്പ, പള്ളിപ്പടി ഉപ്പാപ്പ, ആലുവായ അബൂബക്കർ ഉസ്താദ്, അബ്ദുൾ റസാഖ് വലിയുള്ള, കാഞ്ഞിരമറ്റം ഫരീദുദ്ദീൻ ഔലിയ, തയ്യോട്ടുച്ചിറ കമ്മുപ്പാപ്പ, അമ്പങ്കുന്ന് മീറാൻ ഔലിയപ്പ, വരവൂർ അഹമ്മദ് മസ്താൻ, തൊടുപുഴ മുഹമ്മദ് ഹാജി, പാടത്ത ഔലിയപ്പാപ്പ, കരുനാഗപ്പള്ളി ശുഹദാക്കൾ, കാട്ടിലെ പള്ളി ശുഹദാക്കൾ, ഏർവാടി ശുഹദാക്കൾ, വിഴിഞ്ഞത്തിറങ്ങിയൊരു കരിമ്പള്ളി ഇറങ്ങിയൊരു കാട്ടിലപ്പള്ളി ഇറങ്ങിയൊരു പനത്തുറ ഷേഖ് അഹമ്മദ് റളിയല്ലാഹു അൻഹു, ഭീമാ ബീവി ഉമ്മ മാഹീന അബൂബക്കർ തങ്ങൾ, കല്ലടി മസ്താൻ, മൈതാനത്തുപ്പാപ്പ, വെളിയങ്കോട് മർക്കാവ്, സൈനുദ്ദീൻ മഖ്ദൂമ്, കുഞ്ഞാലി മരക്കാര്, ഷഹീദ് എരിമാട് സൂഫി, ഷഹീദ് വലിയുള്ള, ദാദാ ഹയാത്ത് ഇറങ്ങിയ പെരുമറ്റത്തുപ്പാപ്പ, പായ്പറതങ്ങൾ ഉപ്പാപ്പ, മളവൂര് പരീദുദ്ദീൻ ഔലിയപ്പ, നെല്ലിക്കുഴി ഖിദർ വലിയുള്ള, മഞ്ഞക്കുളം ഹുസൈൻ വലിയുള്ള, ഐലക്കാട് സിറാജുദ്ദീൻ, സഈദ് ബിൻ ഹൈമദ് ഖാദിർ തങ്ങൾ, കമാലുദ്ദീൻ ഉമർ അൽ ഖാദിർ തങ്ങൾ, പാറപ്പള്ളി സ്വഹാബാക്കൾ, താത്തൂർ ശുഹദാക്കൾ, കാസർഗോഡ് മവ്വലടങ്ങിയ മഹാൻ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പാന്റെയും അവരെ ഉമ്മാമമാർ, അവിടുത്തെ ഉപ്പാപ്പമാർ, അവിടുത്തെ ഉസ്താദുമാര്, മശായിഖന്മാര്, മുരീദന്മാര്, മുഹബ്ബീങ്ങൾ, അവരെ ഭാര്യ സന്താനങ്ങൾ, ജിന്നീൻ, സില ഖാദിമീങ്ങൾ, അബിയൽ, ഖസം, റുഹൈല, താജുദ്ദീൻ, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ, വൽ ഹഫളത്തി വറുഹാനീൻ അൽ മുഅക്കലീന ബിആലമൈൽ ഇൻസി വൽ ജിന്നി വകുബറാഇഹിം വറസായിഹിം മദ്ഹബു വതംറയാത്ത് വഹസ്തസില ഹുകൂഷ് വഹമർ വസൗഗാൽ വകശ്കസില ഉസ്ബർഖാൻ ഹദലയാജ് വനജ്സഹില സ്തൂസ് മൈമൂൻ സനഇക സതൽ തസ്കൂസ് വബിയൽ വസംഹൂറസ് വസൗബിയത الذين عهد الله ونبيه സുലൈമാൻ അലൈഹിസ്സലാം ബിത്വാഅത്തിൽ അലീമ. സുലൈമാൻ നബിയുടെ നേരത്തെ പറഞ്ഞല്ല മഹാന്മാരുടെയും അർവാഹികളിലേക്ക്, വടക്കനേത്ത് വള്ളിയിലെ ബാവരപ്പറമ്പ് പള്ളിയിലെ പാടിവട്ടം പള്ളിയിലെ ജിന്നു ശൈഖന്മാർ അർവാഹിലേക്ക്, അജ്മീറും പരിസരത്തും താരാഘട്ടും പരിസരത്തും ഏർവാടിയിലും പരിസരത്തും അന്തിയുറങ്ങുന്ന ജിന്നീൻ ചില മഹാന്മാരും മഹദികളുടെ അർവാഹികളിലേക്ക്, ഖാദിരിയ, റിഫായിയ, നഖ്ശബന്ദിയ, സുഹറവർദിയ, ഷാദുലിയ, ഐദുറൂസിയ, ഹമദാനിയ, ചിസ്തിയ തുടങ്ങിയ സകലമാന ത്വരീഖത്തിന്റെയും മശായിഖന്മാർ, അവരെ ഉമ്മാമമാര്, ഉപ്പാപ്പമാർ, അവരെ ഉസ്താദുമാര്, മശായിഖന്മാര്, മുരീദന്മാര്, മുഹിബ്ബീങ്ങൾ